ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അസിസിയ നെസ്റ്റോയിലാണ്. അതിനെ ട്രെയിൻ മാൾ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അസിസിയ നെസ്റ്റോയുടെ ബസ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബസ്സിന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെ തിരക്കാണ് ഈ സമയത്ത്. അസിസിയ നെസ്റ്റോയിൽ പോകുന്ന വഴി കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതൊക്കെ. ഇവിടെ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഈ സമയത്താണ് ഈന്തപ്പഴ സീസൺ. ശരിക്കും പറഞ്ഞാൽ അസിസിയ നെസ്റ്റോയിൽ നമ്മളങ്ങനെ എപ്പോഴും വരാറില്ല, കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറേയേറെ ദൂരമുണ്ട്. അപ്പം വല്ലപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരാറുള്ളൂ. നമ്മളങ്ങനെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. അസിസിയയിൽ ഇതിന് ട്രെയിൻ മാളെന്നും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് അസിസിയ നെസ്റ്റോയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നെസ്റ്റോയുടെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് അല്ല, ഇത് മാളിനകത്തേക്ക് കയറുന്ന എൻട്രൻസ് ആണ്. അസിസിയ നെസ്റ്റോ എന്ന് പറയുന്നത് മേളത്തെ ഫ്ലോറിലാണുള്ളത്. താഴ്ഭാഗത്ത് കുറേ ഓപ്പൺ സ്പേസ്, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെയാണ്. അങ്ങനെ നെസ്റ്റോയുടെ അകത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലായിട്ട് കുട്ടികളുടെ സൈക്കിള്, TV ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കൂടുതൽ. വാച്ചിൻ്റെയൊക്കെ സെക്ഷൻ ഈ സൈഡിൽ. കുട്ടനും പൊന്നൂനും വേണ്ടിയിട്ട് വാച്ചൊക്കെ ഞാൻ നോക്കുകയാണ്. അങ്ങനെ നെസ്റ്റോയ്ക്കകത്ത് കയറി കുട്ടികളുടെ സെക്ഷനാണിത്, ഡ്രസ്സിൻ്റെയൊക്കെ. പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനായിട്ട്. പിന്നെ അടിപൊളി ഡ്രസ്സുകളൊക്കെ പെൺകുട്ടികളുടെ കിടക്കണ, പാർട്ടി വിയർ ഡ്രസ്സുകളൊക്കെ. ന്യൂ ബോൺസിൻ്റെ ഡ്രസ്സുകൾ. റീനു ഇത് കണ്ടിട്ടില്ല, റീനു കാണുവാണ്. റീനു ഇവിടെ വന്ന് വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുക, റീനുവിൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ന്യൂ ബോൺസിൻ്റെ സെക്ഷനാണ്. അടിപൊളി ഡ്രസ്സുകൾ. ചെറിയ ചെറിയ ഷൂവും ഷൂവിൻ്റെ സെക്ഷൻ. സ്കെച്ചേഴ്സിൻ്റെ ഷൂ അല്ലേ ഇതൊക്കെ? 149 റിയാൽ. കൊള്ളാം. ഇതൊക്കെ കണ്ടോ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അടിപൊളി ഷൂ ഒക്കെ. ബെത്ത നെസ്റ്റോ പോലെയല്ല, ഇവിടെ നല്ല ശരിക്കും പറഞ്ഞാൽ വൈഡ് റേഞ്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, എല്ലാ തരത്തിലും. ടീഷർട്ടൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. ഇത്തിരി വിലയുണ്ട്, എന്നാലും നല്ല സാധനങ്ങളുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്.
ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് 25 റിയാൽ. പിള്ളേരുടെ ടീഷർട്ടുകളൊക്കെ നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിലയുണ്ട്, എന്നാലും നല്ല മെറ്റീരിയലാണ് ഇവിടുത്തെ ഷർട്ട്, ടീഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ സിസിഎൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ വലിയ കുറേ, എനിക്ക് തോന്നുന്നൊരു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തേയില്ല. അതുപോലെ നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാനുള്ള അത്രയും സാധനങ്ങളാണ് ഇവിടെ. പിന്നെ നമ്മുടെ ചോയ്സാണ് നമുക്ക് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്നുള്ള സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മിനിമം 3 മണിക്കൂർ വേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ കുറേ അധികം ടോപ്പുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പം നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെയും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് നല്ല വിലയുടെ ഉണ്ട്, വില കുറഞ്ഞതുമുണ്ട്. നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് പരതി നടക്കുക. പുനിത എന്തൊക്കെയോ പരതുന്നുണ്ട്. എന്നാ പുനിത? നമ്മൾ ഡ്രസ്സിൻ്റെ സൈഡിൽ നിന്ന് കുറേ സാധനങ്ങൾ ഷോപ്പ് ചെയ്തതിന് ശേഷം ബാഗിൻ്റെ സെക്ഷനിലെത്തി. ഇവിടെയും വൈഡ് വെറൈറ്റീസ് ബാഗുകളുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ ടൈം അധികം ഇല്ല. നമ്മുടെ ബസ് 6:30-ക്കാണ്. അപ്പം ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പിള്ളേരുടെ സെക്ഷനിലെത്തി. പിള്ളേരുടെ പെൻസിൽ ബോക്സുകളൊക്കെ ഇവിടെ നല്ല സ്പ്രേയുടെ സെക്ഷനായിട്ട് മൊത്തം. ഇവിടുത്തെ സ്പ്രേയുടെ സെക്ഷനാണിത് മൊത്തം. പല വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഫുള്ള് ബോഡി ലോഷനും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അങ്ങനെ ഷാമ്പൂവിൻ്റെയൊക്കെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. ക്രീം, ഷാമ്പൂ, ഇവിടെ എല്ലാം ക്രീമിൻ്റെ സെക്ഷനാണ്. കിച്ചൺ അക്സസറീസിൻ്റെ സ്ഥലം. നടന്നാലും തീരാത്ത കൂട്ട് പീസ് ഐറ്റംസിൻ്റെ സ്ഥലങ്ങളാണ്. ഇവിടെ വെറൈറ്റി ഓഫ് ജ്യൂസുകളും മിൽക്ക്, തൈര് എല്ലാം ഉണ്ട് ഇവിടെ. പച്ചക്കറി സെക്ഷനാണ് ഇത്. ഫിഷിൻ്റെ സെക്ഷനിലെത്തി. ഇത് ടൂണ, 1000 പല്ലി എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ജീവനുള്ള തിലോപ്പിയൊക്കെ കിട്ടുന്നുണ്ട് വാങ്ങാനായിട്ട്. ക്രാബും എല്ലാം കിട്ടുന്നുണ്ട്.
ഇവിടെ ഒരു അടിപൊളി ഫുഡ് കോർട്ടും ഉണ്ട്. നമ്മളപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക. പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ ഇവിടെയുള്ള സ്റ്റേജൊക്കെ ഇവിടെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെയും ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ബുക്സിൻ്റെ സെക്ഷനാണ്. ഞങ്ങൾ സമയം ഓൾറെഡി ഒത്തിരി കൺസ്യൂം ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഫുള്ള് നട്ട്സിൻ്റെ സെക്ഷൻ. ഡേറ്റ്സ്. ഞങ്ങൾ നെസ്റ്റോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ബസ് ടൈമിങ് വെച്ചിട്ട് അതിനുള്ള സമയമില്ലായിരുന്നു, അതുകൊണ്ട് എടുത്തിട്ടില്ല. നമ്മൾ നെസ്റ്റോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഒരു 2:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ജോലിക്ക് പോയിട്ട് വരുന്നവരും ഒക്കെ ആയിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ 30 മിനിറ്റ് എടുക്കേണ്ടത് 1.5 മണിക്കൂർ എടുക്കും. അങ്ങനെയാണ്. അസിസിയ നെസ്റ്റോയുടെ അടുത്ത് തന്നെയാണ് ഷവർമ ഹൗസ്. ഈ കാണുന്ന ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷവർമ ഹൗസാണ്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നെസ്റ്റോയുടെ തന്നെ ബസ്സിന് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇത് നാഷണൽ മ്യൂസിയം മെട്രോ സ്റ്റേഷനാണ്. അതിനോട് ചേർന്ന് തന്നെ നാഷണൽ മ്യൂസിയം ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും നാഷണൽ മ്യൂസിയമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അസിസിയ നെസ്റ്റോ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ കീപ്പ് ഓൺ വാച്ചിങ്.